ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ CSEB എക്സാമിന് PYQs ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ബാങ്കിങ് മേഖലയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാന്നുള്ളത് നമ്മളുടെ ഏതൊരു മത്സര പരീക്ഷയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബാങ്കിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A and B മെയിൻറ്റെയിൻ എ ജോയിന്റ് അക്കൗണ്ട് FOS, അതായത് ഫോമർ ഓർ സെർവർ വിത്ത് യു. B give a notice to you stating that bank should not make any payment to A without B's signature. You will act as per the notice of B and seek signature of A and B in the account. Ignore the notice of B because he will come into the picture only after the death of A. Advise B to get court order. Ask A to convince B. അതായത് ഇത് ജോയിന്റ് ഓർ അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോർമർ ഓർ സർവൈവർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട അക്കൗണ്ടിന്റെ ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫോർമർ ഓർ സർവൈവർ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ഈ ഒരു എയും ബിയും കൂടി ഒരു ജോയിന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു ഫോർമർ ഓർ സർവൈവർ എന്ന രീതിയിൽ. ഇതിൽ എന്താണ്, ബി ഒരു നോട്ടീസ് കൊടുക്കുകയാണ്, നോട്ടീസ് തരികയാണ് ദാറ്റ് ബാങ്ക് ഷുഡ് നോട്ട് മേക്ക് എനി പേയ്മെന്റ് ടു എ വിത്തൗട്ട് ബി സിഗ്നേച്ചർ. ബി രണ്ടാമനാണ്. അപ്പൊ ബി എന്ത് ചെയ്യാണ്, ഒരു ബാങ്കിന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, ബിന്റെ ഒപ്പില്ലാതെ എക്ക് ഒരു പേയ്മെന്റും കൊടുക്കണ്ട എന്നുള്ളത്. അങ്ങനത്തെ കേസിൽ ബാങ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്താ ചെയ്യാന്നാണ് ഇവിടെ ചോദ്യം. എന്താ ചെയ്യുക? നമുക്കറിയാം ഫോർമൽ ഓർ സർവൈവർ എന്നുള്ള കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആ ഫോർമർ അല്ലെങ്കിൽ ആദ്യത്തെ ആള് മരണപ്പെട്ട് കഴിഞ്ഞാലേ അവിടെ ബി എന്ന് പറയുന്ന ആൾ അവിടെ പിക്ചറിലേക്ക് തന്നെ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഗ്നോർ ദ നോട്ടീസ് ഫ്രം ബി ബിക്കോസ് ഹി വിൽ കം ഇൻ ടു പിക്ചർ ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ. അപ്പൊ ബീനെ നമ്മൾ എന്താണ്, ബീന്റെ വാദങ്ങളോ അല്ലെങ്കിൽ ബി പറയുന്നതോ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. കാരണം ബി അവിടെ നമ്മളുടെ ഇതിലേക്ക് വരുന്നത് ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ എലിജിബിൾ ടു ഓപ്പൺ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിത്ത് എ ബാങ്ക്. അതായത് ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കാണ് ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ, ഐദർ ഇൻ സിംഗിൾ നെയിം ഓർ ജോയിന്റ് നെയിം ഓർ 2 or more പേഴ്സൺ. തുടങ്ങാൻ പറ്റില്ലേ? തുടങ്ങാൻ പറ്റും. മൈനർ ഏജ്ഡ് എബവ് 10 years ക്യാൻ ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻഡിപെൻഡന്റ്ലി. സ്റ്റാർട്ട് ചെയ്യാം. കർത്ത ഓഫ് HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ടോപ്പ് മോസ്റ്റ് പേഴ്സണെയാണ് എന്ന് പറയുന്നത് കർത്ത എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദ എബോവ് ക്യാൻ ഓപ്പൺ SB അക്കൗണ്ട്. ആൻസർ ഏതാണ്? മുകളിൽ പറഞ്ഞ എല്ലാവർക്കും SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ റൈറ്റ് ഓഫ് ലീൻ റിഫേഴ്സ് ടു. ലീൻ എന്താണ്? ലീൻ എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ദ ക്രെഡിറ്റർ ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് സെക്യൂരിറ്റീസ് ബിലോങ്ങിങ് ടു ദി ഡെപ്റ്റർ. Right of the creditor to retain possession of securities belong to the debtor. Next, guarantees covering a series of transaction is called. അതായത് ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ കവർ ചെയ്യുന്ന ഗ്യാരണ്ടീനെ എന്താണ് പറയാന്നുള്ളതാണ്. അത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആണ്. നെക്സ്റ്റ് വൺ ആണ്, ആസ് പെർ RBI ഗൈഡ്ലൈൻസ് എ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഹാസ് ടു ബി ക്ലാസിഫൈഡ് ആസ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആൻഡ് to be transferred to DEF account with RBI if there is no operation in the account for a period of. അതായത് നമുക്കറിയാം ഡെഫ് അക്കൗണ്ടിലേക്ക് എത്ര വർഷം ഇന്നോപ്പറേറ്റീവ് ആയിട്ട് കിടക്കുന്ന ഡെപ്പോസിറ്റുകളാണ് ഈ ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. നമുക്കറിയാം 10 years ആണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 10 years ആയിട്ട് കിടക്കുന്ന ഡെപ്പോസിറ്റുകളെയാണ് ഡെഫ് അക്കൗണ്ടിലേക്ക്. ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് അക്കൗണ്ട് RBIയിൽ മെയിൻറ്റെയിൻ ചെയ്ത അക്കൗണ്ട് ആണ് അതിലേക്ക് നമ്മൾ മാറ്റുന്നത്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റഗറി അണ്ടർ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ ഉൾപ്പെടാത്ത കാറ്റഗറി ഏതാണ്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്സ്പോർട്ട് ക്രെഡിറ്റ്, കൺസ്യൂമർ ക്രെഡിറ്റ്, ഹൗസിംഗ്. ഇതാണ് കൺസ്യൂമർ ക്രെഡിറ്റ് ആണ്. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു വൺ ടൈം പാസ്വേഡ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് റോങ്. കൺസിസ്റ്റ് ഓഫ് 6 digits. 6 digit ആണോ വൺ ടൈം പാസ്വേഡ്? 6 digit അല്ല. നെക്സ്റ്റ്, വാലിഡ് ഫോർ 1 transaction. ശരിയാണ്. വാലിഡ് ഫോർ സർട്ടേൺ സ്പാൻ ഓഫ് ടൈം. ശരിയാണ്.
റിസീവിങ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് കസ്റ്റമറുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ്, അതും ശരിയാണ്. അപ്പോൾ റോങ് ആയത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 ഡിജിറ്റ്. നെക്സ്റ്റ് വേർഡാണ് വാട്ട് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് വിച്ച് റെമിറ്റൻസ് ഈസ് പെർമിറ്റഡ് അണ്ടർ RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിൽ മിനിമം റെമിറ്റൻസ് എമൗണ്ട് എത്രയാണ്? 2 lakh rupees ആണ്. നെഫ്റ്റിന് മിനിമം ഉണ്ടോ? നെഫ്റ്റിന് മിനിമം മാക്സിമം ഇല്ല. RTGSന് മിനിമം 2 lakh ആണ്, മാക്സിമം നോ ലിമിറ്റ് ആണ്. നെക്സ്റ്റ്, ബാങ്ക് ഡു നോട്ട് ഇഷ്യൂ ATM കാർഡ്സ് ടു. ബാങ്ക് ഡു നോട്ട് ഇഷ്യൂ ATM കാർഡ്സ് ടു. ബാങ്കിന് എന്താണ്? പേഴ്സൺ ഹു ആർ ഇൻസോൾവെന്റ് ATM കാർഡ് ഇഷ്യൂ ഇല്ല. പേഴ്സൺസ് ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട് ഈ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി ഇല്ല. റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്ത അക്കൗണ്ടുകൾക്ക് ATM കാർഡ് ഇഷ്യൂ ഇല്ല. ജോയിന്റ് അക്കൗണ്ട് വിത്ത് മാൻഡേറ്റ് ഫോർ ജോയിന്റ് ഓപ്പറേഷൻ, അങ്ങനത്തെ കേസിലും ATM കാർഡ് ഇഷ്യൂ ഇല്ല. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ്. നെക്സ്റ്റ് വേർഡാണ് MICR കോഡ് ഇൻ ദ ചെക്ക് കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഡിജിറ്റ്. MICR എന്ന് പറയുന്നത് എത്ര ഡിജിറ്റ് കോഡാണെന്നാണ്. നമുക്ക് IFSC, MICR, ചെക്ക് ഒക്കെ ചോദിക്കാറുണ്ട്. MICR എന്ന് പറയുന്നത് 9 ഡിജിറ്റ് ആണ്. 9 ഡിജിറ്റ് ആണ് MICRൽ, ചെക്കിലുള്ള MICR കോഡ് എന്ന് പറയുന്നത് 9 ഡിജിറ്റ് കോഡാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ആർ മെയ്ഡ് ടു റെഗുലേറ്റ് ദ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന് റെഗുലേറ്റ് ചെയ്ത ആക്ടുകൾ ഏതൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടും ബാങ്കിങ് റെഗുലേഷൻ ആക്ടും ആണ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന് റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ഇഷ്യൂഡ് ലൈസൻസ് ഫോർ ക്യാരിയിങ് ബാങ്കിങ് ബിസിനസ് അണ്ടർ. റീജിയണൽ റൂറൽ ബാങ്ക്സ് ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നത് ഏത് ലൈസൻസ് പ്രകാരമാണ്? അതാണ് അത് BR ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ് വേർഡാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് കനോട്ട് ഗിവ് എനി ലോൺ ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ലോൺസ് അല്ലെങ്കിൽ അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യാത്ത ബാങ്ക് ഏതാണ്? പേയ്മെന്റ് ബാങ്ക് ആണ് കസ്റ്റമേഴ്സിന് എന്താണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യാത്ത ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ഈയിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ നമ്മൾ ബാങ്കിങ്ങിൽ നമുക്കതാണ് ഒരു മോഡേൺ ബാങ്കിങ്ങിലൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CSEBക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ടുള്ള ഒരു പഠനം നമ്മളുടെ CSEB പരീക്ഷയ്ക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബിഗിനേഴ്സ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. മിഷൻ 2026 എന്ന് പറയുന്ന ഈ ബിഗിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ ബേസ് മുതൽ ഉള്ള കാര്യങ്ങൾ CSEB സിലബസ് പ്രകാരം വളരെ ബേസ് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തറവായിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പഠിക്കാൻ പറ്റും. PYQസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ, സിലബസ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മെന്റർഷിപ്പ് പ്രോഗ്രാംസും അതുപോലെ തന്നെ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ്, എക്സാംസ് പ്രോപ്പറായിട്ട് നടക്കുന്ന എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരിക്കൽ കൂടി ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ബാങ്ക് ഇൻ ക്യാഷ് അണ്ടർ KYC ഗൈഡ് ഡയറക്റ്റീവ് ഓഫ് RBI. അതായത് നമ്മളുടെ KYC ഡയറക്റ്റീവ് പ്രകാരം ബാങ്ക് ഡ്രാഫ്റ്റിൽ ഇഷ്യൂ ചെയ്യാൻ ബാങ്കിന് കഴിയുന്ന എമൗണ്ട് എത്രയാണെന്നാണ്? ലെസ് ദാൻ 50,000 ആണ്. നെക്സ്റ്റ്, person to whom power of attorney is given is called dash and who give it is called dash. Power of attorney-യുമായിട്ട് റിലേറ്റ് ചെയ്ത് ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പവർ ഓഫ് അറ്റോർണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഡോണർ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാങ്കിങ് മേഖലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്